യാത്ര എത്ര ചെറുതായാലും വലുതായാലും ആ ഇയർഫോൺ കാതിൽ വെച്ച് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നത് നമ്മളെല്ലാവർക്കുമുള്ള ഒരു ശീലമാണ്. ചിലപ്പോൾ ഒരു ബസ്സിലെ തിരക്കിനിടയിലാകാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ഒരു ലോങ് ഡ്രൈവിലാകാം, അതുമല്ലെങ്കിൽ ട്രെയിനിലെ ജനലിലൂടെ ഒഴുകിപ്പോകുന്ന കാഴ്ചകൾക്കിടയിലാകാം. സംഗീതം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് മറ്റൊരു അനുഭൂതിയാണ്. വെറുതെ പാട്ട് കേൾക്കുക എന്നതിലുപരി. എന്തുകൊണ്ടാണ് നമ്മൾ യാത്രകളിൽ സംഗീതത്തെ ഇത്രയധികം പ്രണയിക്കുന്നത്? ഇതിന് പിന്നിൽ അതിശയിപ്പിക്കുന്ന ചില മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ്. കാരണങ്ങളനുസരിച്ച് ഇവരെ 5 തരത്തിൽ തിരിച്ചിട്ടുമുണ്ട്. ഇതിൽ നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് എന്ന് വീഡിയോയുടെ അവസാനം കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1. ദ പ്രൊട്ടാഗണിസ്റ്റ്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കും. ഇവർ ഹെഡ്സെറ്റ് വെച്ച് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ പിന്നെ ആ നിമിഷം മുതൽ ഇവർ ഒരു സിനിമയിലെ നായകനോ നായികയോ ആണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ ദ മൂവി പ്രൊട്ടാഗണിസ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നു. അതായത്, നമ്മുടെ ജീവിതത്തിലെ സാധാരണ നിമിഷങ്ങളെ ഒരു സിനിമാറ്റിക് അനുഭവമാക്കി മാറ്റാൻ സംഗീതം നമ്മളെ സഹായിക്കുന്നു. നിങ്ങളൊരു വിരഹഗാനമാണ് കേൾക്കുന്നതെങ്കിൽ പുറത്തു പെയ്യുന്ന മഴയും ഒഴുകുന്ന പുഴയുമെല്ലാം ആ പാട്ടിന്റെ പശ്ചാത്തലമായി തോന്നും. നിങ്ങളൊരു ആക്ഷൻ സിനിമയിലെ പാട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ നടത്തത്തിലും നോട്ടത്തിലും പോലും ആ ഒരു ആത്മവിശ്വാസം പ്രതിഫലിക്കും. നമ്മുടെ ജീവിതം അല്പം ബോറാണെന്ന് തോന്നുമ്പോൾ സംഗീതം അതിന് മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നൽകുന്നു. ഇത് നമ്മുടെ ഭാവനയെ ഉണർത്തുകയും യാത്രയെ ഒരു മനോഹരമായ സ്വപ്നം പോലെ മാറ്റുകയും ചെയ്യുന്നു. 2. ദ ബബിൾ ക്രിയേറ്റർ. ഇവർക്ക് യാത്രയിലെ ബഹളങ്ങൾ അത്ര ഇഷ്ടമല്ല. ബസ്സിലെ ആളുകളുടെ ഉച്ചത്തിലുള്ള സംസാരം, കുട്ടികളുടെ കരച്ചിൽ, നിരന്തരമായ ഹോണടി, ഈ ബഹളങ്ങളെല്ലാം പലരിലും സമ്മർദ്ദമുണ്ടാക്കാറുണ്ട്. ഇവിടെയാണ് സംഗീതം ഒരു രക്ഷകനാകുന്നത്. പാട്ട് കേൾക്കുന്നതിലൂടെ നമ്മൾ ചുറ്റുമുള്ള ലോകത്തിനു ചുറ്റും ഒരു മതിൽ കെട്ടുകയാണ്. ഇതിനെ പേഴ്സണൽ ബബിൾ എന്ന് വിളിക്കുന്നു. പുറം ലോകത്തെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും മാറി സ്വന്തം മനസ്സിനുള്ളിൽ ഒരു സുരക്ഷിത ഇടം കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. പ്രത്യേകിച്ച് ഇൻട്രോവേർട്ടുകളായ ആളുകൾക്ക് ഈ രീതി വളരെ ആശ്വാസകരമാണ്. അപരിചിതരായ ആളുകൾക്കിടയിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പരിഭ്രമം കുറയ്ക്കാൻ സംഗീതം ഒരു ആവരണമായി പ്രവർത്തിക്കുന്നു. 3. ദ ടൈം ട്രാവലേഴ്സ്. യാത്രയുടെ ദൂരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ടൈം ട്രാവലേഴ്സ്. ചില യാത്രകൾ വളരെ ദൈർഘ്യമേറിയതാകും. മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിരിക്കുന്നത് ആർക്കും മടുപ്പുള്ള കാര്യമാണ്. എന്നാൽ സംഗീതം കേൾക്കുമ്പോൾ സമയം പോകുന്നത് നമ്മളറിയില്ല. ഇതിനെ മനഃശാസ്ത്രപരമായി ടൈം ഡിസ്റ്റോർഷൻ എന്ന് വിളിക്കാം. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ സമയം വേഗത്തിൽ പോകുന്നതായി തോന്നാറില്ലേ? അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും സംഗീതത്തിന്റെ താളത്തിലേക്കും വരികളിലേക്കും മാറുമ്പോൾ തലച്ചോറ് ദൂരത്തെക്കുറിച്ചോ ബോറടിയെക്കുറിച്ചോ ചിന്തിക്കുന്നത് നിർത്തുന്നു. 5 മണിക്കൂർ യാത്ര ചെയ്യേണ്ട ഒരാൾക്ക് സംഗീതം കൂടെയുണ്ടെങ്കിൽ അത് വെറും 2 മണിക്കൂർ പോലെ അനുഭവപ്പെടും. 4. ദി ഇമോഷണൽ ഹീലേഴ്സ്. ഇവർ സംഗീതത്തെ ഉപയോഗിക്കുന്നത് തങ്ങളുടെ മൂഡ് മാറ്റാൻ വേണ്ടിയാണ്. നമ്മളൊരു ദിവസം മുഴുവൻ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് മടുത്തു വരുമ്പോൾ മനസ്സ് അല്പം അസ്വസ്ഥമായിരിക്കാം. ആ സമയത്ത് ശാന്തമായ ഒരു മെലഡി കേൾക്കുന്നത് നമ്മുടെ തലച്ചോറിൽ ഡോപ്പമീൻ എന്ന ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇത് സ്ട്രെസ് കുറയ്ക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും യാത്രയെ കൂടുതൽ സന്തോഷമുള്ളതാക്കാനും സംഗീതത്തിന് കഴിയുമെന്ന് ഈ വിഭാഗം വിശ്വസിക്കുന്നു. 5. ദ നോസ്റ്റാൾജിക് വൺ. സംഗീതത്തിന് ഓർമ്മകളെ തിരികെ കൊണ്ടുവരാൻ വലിയൊരു കഴിവുണ്ട്. നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള ഒരു പാട്ട് വർഷങ്ങൾക്ക് ശേഷം കേൾക്കുമ്പോൾ ആ പഴയ സമയത്തുണ്ടായിരുന്ന അനുഭവങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ സ്കൂൾ കാലഘട്ടമോ പഴയ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരെയെങ്കിലുമോ ഓർമ്മ വരാറില്ലേ? ഇത്തരത്തിലുള്ള പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ശാരീരികമായി ആ വാഹനത്തിലാണെങ്കിലും മാനസികമായി നമ്മുടെ മനോഹരമായ ഭൂതകാലത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇത് നമുക്ക് വലിയൊരു ആശ്വാസവും സന്തോഷവും നൽകുന്നു. ചുരുക്കത്തിൽ, യാത്രയും സംഗീതവും തമ്മിലുള്ള ബന്ധം കേവലം ഒരു വിനോദമല്ല. അത് നമ്മുടെ മാനസികാരോഗ്യത്തെയും മൂഡിനെയും മെച്ചപ്പെടുത്തുന്ന ഒരു തെറാപ്പി കൂടിയാണ്. നമ്മുടെ സങ്കടങ്ങൾ മറക്കാനും സന്തോഷം വർദ്ധിപ്പിക്കാനും ഏകാന്തത മാറ്റാനും സംഗീതം നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിച്ച ഈ 5 വിഭാഗങ്ങളിൽ നിങ്ങൾ ഏതാണ്? താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ട്രാവൽ പാർട്ട്ണർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ മനഃശാസ്ത്രപരമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.